ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഹാപ്പി മൂമെന്റ്സ്. ഇന്നെന്താന്നല്ലേ, ഇന്ന് ഭയങ്കര എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് പക്കോഡാസ്. ബ്രെഡ് പക്കോഡ അല്ല കേട്ടോ, ബ്രെഡ് പക്കോഡ എന്ന് തന്നെ വിളിക്കാൻ പറ്റില്ല. പക്കോഡ എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും കടലമാവ് യൂസ് ചെയ്ത് ചെയ്യുന്നതാണ്. ഇത് കടലമാവ് വേണ്ട ഇതിന്. അപ്പം നമുക്ക് എന്താ വേണ്ടതെന്നല്ലേ, കടലമാവ് ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബൈൻഡിങ് ഫാക്ടർ വേണമല്ലോ അല്ലേ. അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ എന്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ എല്ലാവരും അടുക്കളയിലോട്ട് പോരെ, നമുക്ക് പോയി ഉണ്ടാക്കാം നമ്മുടെ ബ്രെഡ് ഡാഷ് ഡാഷ് ഡാഷ്. തെറിയല്ല കേട്ടോ. അപ്പോൾ ഒന്ന് കണ്ടു നോക്കൂ, എന്നിട്ട് ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണം. ഇങ്ങനെ ആരെങ്കിലും ഉണ്ടാക്കാറുണ്ടോ എന്നുള്ള കമൻറ്റും കൂടി ഇടണം കേട്ടോ. എന്നിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ഒന്ന് ആ സബ്സ്ക്രൈബ് ബട്ടണിലോട്ടൊന്ന് കുത്തിയേക്കണേ. അപ്പോൾ നമുക്ക് നേരെ അടുക്കളയിലോട്ട് പോയാലോ. അപ്പം നമുക്കിതിന് വേണ്ടത് ഒരു 5 അല്ലെങ്കിൽ 6 പീസ് ബ്രെഡ്. ഇതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുത്തിരിക്കുന്ന 2 മുട്ടയാണ്. അപ്പം അതിന് ഞാൻ ഉണ്ടാക്കി നോക്കിയപ്പോൾ ഒരു 4 പീസ് ബ്രെഡ്, 4-5 പീസ് ബ്രെഡ് മതിയാവും. അതിൽ കൂടുതൽ ബ്രെഡ് ആവശ്യം വരില്ല കേട്ടോ. എനിക്ക് കുറച്ച് ബ്രെഡ് മിച്ചം വന്നായിരുന്നു, കുറച്ച് പീസസ് മിച്ചം വന്നായിരുന്നു. അപ്പം ഞാൻ എടുത്തത് ഒരു 6 പീസ് എടുത്തു എന്നേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ കട്ടിയുള്ള പീസസൊക്കെ നമ്മൾ മാറ്റി വെക്കില്ലേ ബ്രെഡിൻ്റെ, ഈ അതിൻ്റെ ഒരു തടിയൻ പീസൊക്കെ വരാറില്ലേ ബ്രെഡിൻ്റെ അപ്പുറം ഇപ്പുറം ഒക്കെ വരുന്നത്, അതൊക്കെ ഇതിന് പെട്ടെന്ന് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു വൈകുന്നേരം സ്നാക്ക്, എല്ലാവരും ഇങ്ങനെ ചായക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു സമയമുണ്ടല്ലോ, ഞായറാഴ്ചയോ അവധിയുള്ള ദിവസമൊക്കെ. അപ്പം പെട്ടെന്ന് ഉണ്ടാക്കാൻ തന്നെ 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാം. അപ്പം ഞാനിതിനെടുത്തിരിക്കുന്ന ഒരു സവോളയും ഒരു 2 പച്ചമുളകും എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് സവോള നമുക്ക് ചെറുതായിട്ട് കുനുകുനുകുനുകുനാന്നരിയണം. എത്രയും ഫൈനായിട്ട് അരിയാൻ പറ്റുമോ അത്രയും നല്ലതാണ് കേട്ടോ. അങ്ങനെ അതൊന്ന് അരിഞ്ഞെടുക്കുക. അരിഞ്ഞതിന് ശേഷം പച്ചമുളക് നമുക്ക് എരിവനുസരിച്ച് കേട്ടോ. അപ്പോൾ 2 പച്ചമുളക് ഞാൻ എടുത്തിരിക്കുകയാണ്. കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതലെടുക്കാം. അതും ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ഞാൻ ആ പച്ചമുളകിനെ 2ആയിട്ട് കീറിയിട്ടാണ് കേട്ടോ അരിഞ്ഞിരിക്കുന്നത്, അപ്പം കുനുകുനുകുനാന്ന് വരാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു ബോൾ എടുക്കുക. ആ ബോളിൻ്റെ അകത്തോട്ട് നമ്മൾ നമ്മുടെ മുട്ട പൊട്ടിച്ച് ഒഴിക്കുക. ഞാനിവിടെ 2 മുട്ട എടുത്തിട്ടുള്ളൂ. വേണമെങ്കിൽ നിങ്ങൾക്ക് 3 മുട്ടയൊക്കെ ആവാം. 6 പീസ് ബ്രെഡ് ആണെങ്കിൽ 3 മുട്ട ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ല പിടിച്ചിരിക്കും. രണ്ട് മുട്ടയും പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ ഉള്ളിയും പച്ചമുളകും കൂടി അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുക. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ആവശ്യത്തിന് അതിന് ഉപ്പിട്ട് കൊടുക്കുക. നല്ല പോലെ ഒന്ന് പതപ്പിച്ചെടുക്കുക. പിന്നെ വേണ്ടത് ഇതിന് നമുക്കൊരു 1/2 കപ്പ് മൈദയാണ് കേട്ടോ. ഇത് നമുക്ക് കടലമാവ് വേണ്ട, മൈദ മതി. മൈദ ഇട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിന് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമ്മളൊരു ബാറ്റർ റെഡിയാക്കി എടുക്കുക. ഒരുപാട് തിക്കാവാനും പാടില്ല, ഒരുപാട് വെള്ളമായി റണ്ണിയായി പോകരുത്. ബാറ്റർ കറക്റ്റായ ഒരു കൺസിസ്റ്റൻസി നമുക്കറിയാൻ പറ്റും. മുക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ബ്രെഡ് മുങ്ങി നല്ല പിടിച്ചിരിക്കണം. പിന്നെ ഞാൻ ഇതിൻ്റെ അകത്ത് എക്സ്ട്രാ ആയിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇടുന്നുണ്ട് കേട്ടോ. അത് ആവശ്യമുള്ളവർക്ക് ചില്ലി ഫ്ലേക്സ് ഇടാം. കുരുമുളക് പൊടി ഇഷ്ടമുള്ളവർക്ക് ക്രഷ്ഡ് കുരുമുളക് ഇടാം. മുട്ട കാരണം കുരുമുളക് നല്ലതായിരിക്കും ഇതിന്. അപ്പം ഞാൻ അപ്പുറത്ത് ചായക്ക് വെള്ളം വെച്ചിരിക്കുക കേട്ടോ. ചായക്ക് ഞാൻ ഇഞ്ചി ചായയാണ് ഇടുന്നത്. അത് ഇഞ്ചി ചതച്ചെടുക്കുന്നത് കേട്ടോ. നിങ്ങളിങ്ങനെ ഇഞ്ചി ചായ ഉണ്ടാക്കാറുണ്ടോ? ഈ ഒരു ചായയോ കാപ്പിയുടെ കൂടെ ഇങ്ങനത്തെ ഒരു സ്നാക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പം ഞാൻ ഫൈനലി കൈ കൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുവാണ്. എണ്ണ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, എണ്ണ റെഡിയാണ്. ഇനി ഞാൻ ബ്രെഡ് അതിൻ്റെ അകത്തോട്ട് മുക്കി
നല്ല പോലെ ഒന്ന് അപ്പുറവും ഇപ്പുറവും കോട്ട് ചെയ്തിട്ട് കുറച്ച് ഉള്ളിയും കുറച്ച് പച്ചമുളകും ഒക്കെ ചേർത്തെടുത്തിട്ട് അതിൻ്റെ കൂടെ ആ മുക്കി എടുക്കുമ്പോൾ എടുത്തിട്ട് അങ്ങിടുകയാണ്. അപ്പം അത് പറ്റി പിടിച്ചിരുന്നോളൂ കേട്ടോ. നിങ്ങൾ വിചാരിക്കും അത് വിട്ടു പോകുന്നു, അങ്ങനെ വിട്ടു പോവില്ല. നമുക്ക് ബൈൻഡിങ്ങിനായിട്ട് മൈദ ഉണ്ടല്ലോ. അപ്പം നമുക്ക് അതും കൂടി ആ എണ്ണയിൽ വീണ് മൊരിഞ്ഞ് ഉള്ളിയൊക്കെ മൊരിഞ്ഞ ഇത് വരുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഇത് ഇത്ര എളുപ്പമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇത്ര എളുപ്പത്തിൽ നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പം സപ്പോസ് നമ്മുടെ വീട്ടിൽ പെട്ടെന്ന് കുറച്ച് ഗസ്റ്റ് കയറി വന്ന് നമുക്ക് ഒന്നുമില്ല കൊടുക്കാമെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ കാണുന്ന ഒരു സാധനമാണ് ബ്രെഡും മുട്ടയും. അത് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാവുകയും ചെയ്യും. പിന്നെ ഇത് കഴിക്കാനായിട്ട് സോസിൻ്റെ കൂടെ സോസ് ഇഷ്ടമുള്ളവർക്ക് സോസും കൂടി വെച്ച് കൊടുക്കുകയാണെങ്കിൽ സെർവ് ചെയ്യാൻ നല്ലതായിരിക്കും. അങ്ങനെ ഇതിപ്പോൾ പെട്ടെന്ന് നമുക്ക് വറുത്ത് കിട്ടും കേട്ടോ. ഇത് അധികം നേരമൊന്നും എടുക്കില്ല. ബിക്കോസ് ഇതിൻ്റെ അകത്ത് വേവാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല. എണ്ണയ്ക്കകത്ത് ഇടുമ്പോൾ കരിഞ്ഞു പോവാതെ മാത്രം ഒന്ന് സൂക്ഷിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടിട്ട് വറുത്തെടുക്കുക. എന്ത് എളുപ്പമാണ്. പിന്നെ നമ്മൾ കോരി എടുക്കുമ്പോൾ പേപ്പർ ടവല് നമ്മൾ ഒരു പ്ലേറ്റിലോ ഇതിലോ വിരിച്ചിട്ട് അതിലോട്ടേ കോരി എടുക്കാവുള്ളൂ. നല്ല പോലെ എണ്ണ നമ്മൾ തീ കുറച്ചിടരുത്. തീ കുറച്ചിട്ട് കഴിഞ്ഞാൽ ഒരുപാട് എണ്ണ കുടിക്കും. നല്ല തീ ഹൈ ഫ്ലെയിമിൽ ഇരിക്കുമ്പോൾ തന്നെ ഇടുക. അങ്ങനെ തന്നെ ഹൈ ഫ്ലെയിമിൽ തന്നെ കോരിയെടുക്കുക. അപ്പം ഇതിട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോയാൽ ചിലപ്പോൾ കരിഞ്ഞു പോകും. ഇതിൻ്റെ കൂടെ അധികം നേരമൊന്നും എടുക്കില്ലല്ലോ. ഒരു 10 മിനിറ്റിനകത്ത് കാര്യം തീർന്നു. അപ്പം നമുക്കിത് വേഗം ചെയ്ത് കഴിഞ്ഞിട്ട് പോരെ. അപ്പം ചായയുടെ വെള്ളം ഇങ്ങനെ തിളച്ചിട്ടില്ല കണ്ടോ നിങ്ങൾ? ചായയുടെ വെള്ളം തിളച്ച് കഴിഞ്ഞാൽ നമുക്കത് അത്രയും പോലും സമയം എടുത്തില്ല. അതാണ് ആ ചായ നമ്മൾ വെള്ളം വെക്കലും ഇത് വറുത്തെടുക്കലും ഒരുമിച്ചായ നമുക്ക് രണ്ടും കൂടി ഒരുമിച്ച് സെർവ് ചെയ്യാൻ പറ്റും. അതാണ് അതിൻ്റെ ഒരു എളുപ്പം എന്ന് പറയുന്നത്. അപ്പം ഞാൻ ചായയിൽ പാലൊക്കെ ഒഴിച്ചെടുക്കുകയാണ്. ഇവിടെ പാലധികം ആർക്കും വേണ്ട. ചായയിൽ ഒരു കപ്പ് ചായക്ക് 1 ടീസ്പൂൺ പാലേ പാടുള്ളൂ. പിന്നെ ഞങ്ങൾ യൂസ് ചെയ്യുന്നത് ബ്രാൻഡിങ് ഒന്നുമല്ല, താജ്മഹൽ ടീ ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ആ കട്ടിത്തരിയുള്ളത് ഭയങ്കര ഫ്ലേവറാണ്. അത് നല്ല ടേസ്റ്റുള്ള ചായ താജ്മഹൽ. അപ്പോൾ അതെ ആയിക്കഴിഞ്ഞു. ഞാനത് കോരിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെ കാണിച്ചു തരും. കണ്ടോ? പേപ്പർ ടവലിട്ടിട്ട് അതിലോട്ട് കോരിയെടുക്കുക. ആയത് ആദ്യം കോരിയെടുക്കുക. ഇത് സൂക്ഷിക്കേണ്ട എത്രയേ ഉള്ളൂ. ഒരുപാട് ഫ്ലെയിം കുറച്ചിടൂ. മീഡിയം ഫ്ലെയിമിൽ വറുത്തെടുക്കരുത്. എണ്ണ വല്ലാണ്ട് കുടിക്കും. അപ്പം നല്ല ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ ചെയ്തെടുക്കുക. കണ്ടിട്ട് കഴിക്കാൻ തോന്നുന്നില്ലേ? എന്താ ടേസ്റ്റ് എന്നറിയാം. കുട്ടികൾക്കും ഇഷ്ടാവും ഇത്. പിന്നെ ഇത് വെറും ബ്രെഡെല്ലാം മുട്ടയുണ്ട് ഇതിൻ്റെ കൂടെ. അപ്പം ഹെൽത്തിയാണ്. വറുത്തതാണെങ്കിലും ഇച്ചിരി ഹെൽത്തിയാണ്. ഇങ്ങനെ ഞാൻ ബാക്കിയും കൂടി അങ്ങ് ഇട്ട് കൊടുക്കുവാണ് കേട്ടോ. ഭയങ്കര എളുപ്പമാണ്. 6 കഷ്ണം ബ്രെഡ് എടുക്കുകയാണെങ്കിൽ ഒരു 3 മുട്ട എടുക്കാം. എനിക്ക് ഇച്ചിരി മിച്ചം വന്നു. ആഹാ എന്നാ ടേസ്റ്റാ. എന്ത് എളുപ്പമാണ്.
നമ്മൾ ബജ്ജിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അത് വേവാൻ കുറച്ച് സമയം എടുക്കും. ഇതിന് അതുപോലും എടുക്കില്ല കേട്ടോ. ചായ റെഡി ആയിട്ടുണ്ട്. എൻ്റെ ബജ്ജിന്നും പറയാൻ പറ്റില്ല, എന്ന് ബ്രെഡ് ബജ്ജി എന്ന് പറയാൻ വേണമെങ്കിൽ അല്ലേ, ഫ്രെറ്റേഴ്സ് എന്ന് പറയാം. മൈദ യൂസ് ചെയ്യുന്നതിന് ഫ്രെറ്റേഴ്സ് ആണല്ലോ പറയുന്നത്. അപ്പോൾ ചായ റെഡി, ബജ്ജി റെഡി. ഇനി എന്ത് വേണം? ഒരു കഥയൊക്കെ പറഞ്ഞിരുന്ന് നാട്ടുവിശേഷമൊക്കെ പറഞ്ഞ് ഒരു ചായയും ഈ ബ്രെഡ് ബജ്ജിയും കൂടി കഴിച്ചു നോക്കൂ. എന്നാ രുചിയാ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബൈ.